പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള KPCCയുടെ ആദ്യ യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനായി വാദമുയർന്നത്. എ ഗ്രൂപ്പുകാരനായ ഭാരവാഹിയാണ് പേരെടുത്തു പറയാതെ ആവശ്യമുയർത്തിയത്. ആരോപണ വിധേയരെ CPIM പാർട്ടി പദവികളിൽ തിരികെ കൊണ്ടുവന്നത് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യമുന്നയിച്ചത്. എന്നാൽ അഭിപ്രായത്തിന് പിന്തുണയുണ്ടായില്ല. മറ്റു ഭാരവാഹികൾ അഭിപ്രായം ചിരിച്ചു തള്ളി. ഐക്യാഹ്വാനം നൽകിയാണ് യോഗം അവസാനിച്ചത്. 2 തെരഞ്ഞെടുപ്പുകൾ ജീവൻ മരണ പോരാട്ടമെന്നും ഐക്യം മറന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും നേതാക്കൾ ഓർമ്മപ്പെടുത്തി. വളരെ വിജയസാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാണുന്നത്, UDF കാണുന്നത്. അതേപോലെ തന്നെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. SIR-നെ എതിർക്കുമ്പോഴും വോട്ട് ചേർക്കാനും യോഗത്തിൽ തീരുമാനമായി. കോൺഗ്രസ് വോട്ടുകൾ വെട്ടിപ്പോകാതിരിക്കാൻ ജാഗ്രത കാട്ടണമെന്ന് നിർദ്ദേശമുയർന്നു. വിഷയത്തിൽ പാർട്ടി ഉപസമിതിക്കും ആലോചനയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ SIR മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് നിയമ പോരാട്ടത്തിനും ശ്രമം നടത്തും. ജില്ലകളുടെ ചുമതല വൈസ് പ്രസിഡന്റുമാർക്ക് നൽകാനും ആലോചിക്കുന്നുണ്ട്. നിലവിൽ ജനറൽ സെക്രട്ടറിമാർക്കാണ് ചുമതല. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ KPCC അധ്യക്ഷനെ ചുമതലപ്പെടുത്തി. 24 തിരുവനന്തപുരം. വിവാദങ്ങൾക്ക് ശേഷം പാലക്കാട് തിരിച്ചെത്തിയ രാഹുൽ മാങ്കൂട്ടത്തില് നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിന് പുറത്തും വളരെ വലിയ സജീവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത രാഹുല് അത് കഴിഞ്ഞ് ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കുന്ന അതിന്റെ അവസാന സമാപന സമ്മേളനത്തിലും പങ്കെടുക്കുന്നതും നമ്മൾ കണ്ടു. അത് കഴിയുന്നതോടുകൂടി ഇപ്പോ നമ്മുടെ മുന്നിൽ വലിയ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. ആ ആശങ്ക എന്താണെന്ന് ചോദിച്ചാല്, പാലക്കാട്ട് വലിയ സജീവ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഹുല്, പാലക്കാട് MLA എന്ന രീതിയിൽ അതുപോലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഹുല്, ഈ രാഹുൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ള ചോദ്യം വീണ്ടും സജീവമാവുകയാണ്. കാരണം എന്ന് പറയുന്നത്, ഇന്നലെ KPCCയുടെ ഒരു യോഗം നടന്നിരുന്നു. ആ യോഗത്തില് രാഹുലിനെ തിരിച്ചെടുക്കണം, രാഹുൽ വിഷയം ചർച്ച ചെയ്തു. തിരിച്ചെടുക്കണം എന്നുള്ള ഒരു അംഗത്തിന്റെ ആവശ്യമുണ്ടായി. ആ അംഗം ആവശ്യപ്പെട്ടത് ചർച്ച ചെയ്യാൻ പോലും KPCCയോ കോൺഗ്രസോ തയ്യാറായില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഈ വിഷയം ഉന്നയിച്ച ഉടനെ തന്നെ അത് അങ്ങ് തള്ളി മാറ്റുകയായിരുന്നു. മീൻസ് അത് ചർച്ചയാക്കാതെ, അതിലൊരു തീരുമാനമെടുക്കാതെ അത് മാറ്റി നിർത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ഈ അംഗം രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അയാൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ CPM-ലും ബാക്കിയുള്ള പാർട്ടികളിലും ഒക്കെ ഇത്തരത്തിൽ ആരോപണം വന്നവർക്കെതിരെ നടപടി ഉണ്ടായി. ഇതൊക്കെ കഴിയുമ്പോൾ അവരെ തിരിച്ചെടുക്കുകയും അവരെ പാർട്ടിയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മളും കോൺഗ്രസിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു ഈ വ്യക്തിയുടെ ആവശ്യം. അപ്പോ പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അതിലേക്ക് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കടക്കുവാനോ കോൺഗ്രസ് നേതൃത്വമോ KPCCയോ തയ്യാറായില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോഴ് ഈ ചോദ്യം 2026 രാഹുൽ മത്സരിക്കുമോ, രാഹുൽ പാലക്കാട് മത്സരിക്കുമോ, രാഹുലിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള അവസരം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. വീണ്ടും ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ ചർച്ചകൾ വഴിമാറുകയാണ്. കാരണം രാഹുൽ സജീവമാകുന്നത് കാണുമ്പോൾ അയാൾ മത്സരിക്കും, അയാൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അയാൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇവിടെ ചോദ്യമാവുന്നത്, പാലക്കാട്ട് രാഹുല് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഉണ്ടാകുമോ, പാർട്ടി അയാൾക്കൊരു സീറ്റ് നൽകാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. തയ്യാറാവില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. കാരണം ഇന്നലെ ഈ ഒരു ആവശ്യം ചർച്ചക്കെടുക്കാതെ അത് തള്ളി മാറ്റി അത് ഒഴിവാക്കിയ സാഹചര്യത്തില്, കാരണം രാഹുലിനെ ഇപ്പൊ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ മത്സരിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കണം. കാരണം അയാൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേരിടുന്ന വ്യക്തിയാണ്. ആ സസ്പെൻഷൻ നേരിടുന്ന വ്യക്തിയെ തിരിച്ച് ഈ പറയുന്ന പാർട്ടിയിലേക്ക് എത്തിച്ചാൽ മാത്രമേ അയാളെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു സസ്പെൻഷനുള്ള വ്യക്തിയെ ഒരിക്കലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുകയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുമ്പോൾ ഇനിയും കാലങ്ങൾ അധികമില്ല. വെറും 5-6 മാസം കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് ഇത്തരത്തിലൊരു ചർച്ച വന്നിട്ട് ആ ചർച്ചയെ തള്ളി മാറ്റി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ
രാഹുലിനെ ഈ സസ്പെൻഷൻ നടപടിയിൽ നിന്ന് പിൻവലിക്കുന്ന കാര്യം നീണ്ടുപോകാനാണ് സാധ്യത. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന നടപടി അവസാനിക്കണമെങ്കിൽ ഈ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം, ആ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവണം. ടേണിംഗ് പോയിന്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പോലീസിന്റെ അതിന്റെ ഒരു റിപ്പോർട്ട് കോടതിയിൽ എത്തണം. രാഹുൽ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കുന്നതായിരിക്കും. അതല്ലാത്ത പക്ഷം ഈ പറയുന്ന സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ള കാര്യം, അല്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുക എന്നുള്ള കാര്യം കോൺഗ്രസ് ആലോചിക്കുക പോലും ചെയ്യില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ രാഹുൽ പാലക്കാട്ട് അതോ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത്. സ്വതന്ത്രനാകുമോ, അതല്ലെങ്കിൽ രാഹുൽ ഇപ്പോൾ പല ഇടപെടലുകളും നടത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-ഉമായിട്ട് ചേർന്ന്, CPM-ന്റെ അംഗങ്ങളുമായി ചേർന്ന്, CPM-ന്റെ പ്രാദേശിക നേതാക്കളുമായും ഒക്കെ ചേർന്ന് രാഹുല് പല സമര പരിപാടികളും മുന്നിൽ നിന്ന് നയിക്കുന്നത് നമ്മൾ കാണും. അതുപോലെ തന്നെ BJP-യുടെ നഗരസഭാ അധ്യക്ഷയെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പല പരിപാടികളിലും പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ ചർച്ചകൾ വന്നത് ഈ പറയുന്ന BJP-യുടെ നഗരസഭാ അധ്യക്ഷയും ഈ പറയുന്ന ആളുകളും ഒക്കെ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നു എന്നുള്ള തരത്തിലാണ് ചർച്ചകളും വാർത്തകളും പുറത്തു വന്നുകൊണ്ടേയിരുന്നത്. പക്ഷേ ഇപ്പോ KPCC ഈ ഒരു രീതിയിലുള്ള ചർച്ചകൾ വഴിമാറ്റി, അല്ലെങ്കിൽ അത് ഇപ്പോ നടത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ രാഹുലിന് അനുകൂലമല്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ, അതോ ഈ പറയുന്ന മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേർന്നുകൊണ്ട് അയാൾ പാലക്കാട് തന്നെ സ്ഥാനാർത്ഥിയാവാനുള്ള ശ്രമങ്ങൾ നടത്തുമോ എന്നുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. എന്തൊക്കെയാണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും വലിയ രീതിയിലുള്ള ഒരു വിഷമഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. കാരണം രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും രാഹുൽ ഒരിക്കലും CPM-ന്റെയോ BJP-യുടെയോ ഭാഗമാകണമെന്ന് ഇവരാരും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരും രാഹുൽ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ രാഹുൽ മറുകണ്ഠത്തേക്ക് പോയി, രാഹുൽ പാർട്ടിയിലില്ലെങ്കിൽ പോലും അയാൾ മറുകണ്ഠത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ CPM-ന്റെയോ BJP-യുടെയോ ഭാഗമാകുന്നത് കാണുന്നത് അതും അവരാരും ആഗ്രഹിക്കാത്ത കാര്യമാണ്. ഇനി അതൊന്നുമല്ലാതെ തന്നെ രാഹുൽ സ്വതന്ത്രനായിക്കൊണ്ട് കോൺഗ്രസിന് പാലക്കാട്ട് മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ അവിടെ രാഹുൽ സ്വതന്ത്രനായിക്കൊണ്ട് മത്സരിക്കുകയാണെങ്കിൽ അതും പാർട്ടി പ്രവർത്തകരോ രാഹുലിനെ അനുകൂലിക്കുന്നവരോ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരോ അതൊന്നും ആഗ്രഹിക്കാത്തതാണ്. ഇങ്ങനെ വരുമ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, പൊതു രംഗത്തുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികളായിരിക്കും രാഹുൽ തേടുക. രാഹുൽ മറിച്ച് ഇത്തരത്തിൽ പാർട്ടി പറയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ പാർട്ടി സീറ്റ് നൽകിയില്ലെങ്കിൽ മത്സരിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ എത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അവിടെയും ചില ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. കാരണം രാഹുൽ അങ്ങനെ മത്സരിക്കാതിരുന്നു കഴിഞ്ഞാൽ, കാരണം രാഹുൽ ഇപ്പൊ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലാണ്, ഇപ്പോ മത്സര രംഗത്തില്ല, ഒരു MLA സ്ഥാനമില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അയാൾ തീർത്തും ഈ പൊതുരംഗം വിടേണ്ട ഒരു സാഹചര്യം കൂടി അയാളുടെ മുന്നിലേക്ക് സംജാതമാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈ പൊതുപ്രവർത്തന രംഗത്തുള്ള അയാളുടെ ഈ യാത്ര എന്ന് പറയുന്നത് അത് അവിടെ അവസാനിക്കും. അങ്ങനെ അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ അയാൾക്ക് ഒരു തർക്കവും ഉണ്ടായില്ല. അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് ഇത് രാഹുലെങ്ങാനും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് വലിയ തരത്തിലുള്ള ഒരു ആഗ്രഹിക്കാത്ത കാര്യം നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ ആ ഒരു ഘട്ടത്തിലേക്കാണ് ചെന്നെത്താൻ പോകുന്നത്. കാരണം പോലീസോ അന്വേഷണ ഉദ്യോഗസ്ഥരോ ഒരു ഘട്ടത്തിലും എന്തൊക്കെ വന്നാലും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യാതൊരുവിധ റിപ്പോർട്ട് സമർപ്പിക്കലിനോ അല്ലെങ്കിൽ തുടർ നടപടികളുമായിട്ടോ മുന്നോട്ട് പോകാൻ യാതൊരുവിധ സാധ്യതയുമില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്യാനും അവരാരും തയ്യാറെടുക്കില്ല. കാരണം രാഹുൽ ഓൾറെഡി പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നുള്ള രീതിയിൽ അത്തരത്തിലൊരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ തയ്യാറാവില്ല. അത് മാത്രവുമല്ല, രാഹുൽ
നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെതിരെ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനോ അവർ തയ്യാറാവില്ല. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ രാഹുൽ തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തുമെന്നുള്ള ഒരു വ്യക്തമായ ബോധ്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇതിന് നിർദ്ദേശം നൽകിയവർക്കും ഒക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ രാഹുലിനെതിരെ നടക്കുന്ന വിവാദങ്ങൾ, ഈ വിവാദങ്ങളുമായിട്ട് തന്നെ നടക്കുന്ന അന്വേഷണങ്ങൾ, ഈ അന്വേഷണങ്ങളിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു വിധത്തിലുള്ള നീക്കുപോക്കുകളും ഉണ്ടാവില്ല. അത് ഉണ്ടാവാത്ത കാലത്തോളം രാഹുലിന്റെ പാർട്ടി പ്രവേശം അല്ലെങ്കിൽ തിരിച്ചുവരവ് എന്ന് പറയുന്നത് അത് അടഞ്ഞ അധ്യായമായി തന്നെ കിടക്കുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ വലിയ ഒരു ചോദ്യം വീണ്ടും ബാക്കിയാകുകയാണ്. രാഹുൽ മത്സരിക്കുമോ പാലക്കാട്? അതോ രാഹുൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുമോ? അതോ രാഹുൽ പാലക്കാട്ട് മറ്റേതെങ്കിലും പാർട്ടി CPM-ന്റെയോ BJP-യുടെയോ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് രാഹുൽ മത്സര രംഗത്ത് ഉണ്ടാകുമോ? ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. കോൺഗ്രസും KPCC നേതൃത്വവും രാഹുലിനെ തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യം തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക്, അതിൽ ചർച്ചകൾ പോലും തയ്യാറാവാതെ ആ ആവശ്യത്തെ അവർ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് ഇത്തരത്തിൽ രാഹുലിന്റെ തിരിച്ചുവരവ് ഇപ്പോഴും പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ്. അങ്ങനെ പാർട്ടിയിലില്ലാത്ത ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുവാൻ കോൺഗ്രസ് തയ്യാറാവില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ 2026 തെരഞ്ഞെടുപ്പ് അത് ഏത് രീതിയിലാവുമെന്നുള്ള കാര്യം ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്.